وكان حاتم الأسم رحمه الله تعالى يقول ബഹുമാനപ്പെട്ടവര് യഖൂല് പറയുമായിരുന്നു. എന്താ അവര് പറയണേ? ഇജ്അലിൻ നാസ കന്നാരീന, ജനങ്ങളൊക്കെ തീയ് പോലെ ആക്കിക്കോ, വല്ലാതെ അടുക്കാൻ നിൽക്കണ്ടെന്ന. ജനങ്ങളെല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പറയും എല്ലാവരും നല്ല സൗഹാർദ്ദം പുലർത്തണം, പെരുമാറണമെന്നൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ വല്ലാതെ അടുക്കണ്ടാന്ന്. പലാ തദ്നു മിൻഹും, ജനങ്ങളോട് നീ അടുക്കരുത്. ഇല്ല ഇന്ദൽ ഹാജത്തി, വല്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം അടുത്താ മതി, എപ്പോഴും അടുത്തോണ്ടിരിക്കണ്ട. വൈദാ ധനൗത്ത മിൻഹും, ജനങ്ങളോടെങ്ങാനും നീ അടുത്തു കഴിഞ്ഞാൽ എന്നാ പിന്നെ ഫക്കുൻ അല്ല ഹദരി, നല്ല പേടിയോട് ഒരു ആയിരിക്കണം ജീവിക്കേണ്ടത്. നല്ല പേടിയാവണം, എന്തും എപ്പോഴും സംഭവിക്കാമല്ലോ. കാരണം ജനങ്ങളുടെ ഇടയിൽ കൂടെ നടന്ന് പെരുമാറിയ ആളുകള് എന്തെല്ലാം ഭക്ഷണത്തരത്തിൽ അകപ്പെടുന്നു പോകുന്നുണ്ട്. ഏതുപോലെ പേടിക്കണം? കമാ തഹദുർ മിനന്നാരി ഇദാ ദനൗത മിൻഹ, തീയിനോട് നീ അടുത്താൽ ആ തീയിനെ നീ എങ്ങനെ പേടിക്കുന്നു അതുപോലെ ആയിരിക്കണം. തീ കൊണ്ടേച്ച് കൈയിടൂലല്ലോ, ഭയങ്കര പേടില്ലേ? കത്തിയാളും കരിച്ചു കളഞ്ഞ പേടിക്കല്ലേ എന്നതുപോലെ ജനങ്ങളോട് അടുക്കുമ്പോ ആ പേടി നിനക്ക് വേണം. ജനങ്ങൾ എല്ലാരും അടുത്തു കഴിഞ്ഞ അവസാനം തീ കത്തിച്ച് ചാമ്പലാക്കുന്ന പോലെ അതിന് ചാമ്പലാക്കി കളയുമെന്നാണ് ഹാത്തമുൽ അസ്ം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കരുതലോടുകൂടെ ആയിരിക്കണം ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ വലിയ അപകടം വരും എന്നർത്ഥം. വക്കാൻ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു യഖൂൽ, അബൂദർദാ തങ്ങൾ പറയുന്നു, മൻ ഖാലത്തൻ നാസ ഫലാ ബുദ്ദ അൻ യഖ്റുബു അലൈഹി ഖൽബുന, ജനങ്ങളുമായി ആരെങ്കിലും ഇടകലർന്ന് ജീവിക്കുകയാണെങ്കിൽ ഫലാ ബുദ്ദ അൻ യഖ്റുബു അലൈഹി ഖൽബ, അവന്റെ മേൽ അവന്റെ ഹൃദയത്തെ തരിപ്പണമാക്കൽ കൂടാതെ വരെ തരിപ്പണമാക്കി കളയുന്ന. നല്ല നിലക്ക് ഒറ്റക്കൊക്കെ ജീവിച്ച് റെഡിയായി പോകുന്ന ആ ചിട്ടകൾ പോകും. കൂട്ടുകൂടുമ്പോ പലതും കേൾക്കാൻ തുടങ്ങും, അപ്പൊ ചായ്വ് തോന്നും. അങ്ങനെ ഹൃദയം ആകപ്പാടെ ചാമ്പലായി തരികിടയായി ആകപ്പാടെ ഹറാമായി പോകുന്ന. അപ്പൊ അത്രയും പേടിച്ചുകൊണ്ടായിരിക്കണം ജനങ്ങളുമായി ഇടപഴകേണ്ടത്. വക്കാന ജാഫർ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു തആല അൻഹു മഹാൻ പറയുന്നു, യഖൂൽ അൽ ഹഖ് അന്നഹു ലാ ബുദ്ദ ലക മിനൻ നാസ്, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എന്താ, നിനക്ക് ജനങ്ങളെ തൊട്ട് കൂടാതെ കഴിയൂല. വലാ ബുദ്ദ ലിന്നാസി മിൻക, ജനങ്ങൾക്ക് നിന്നെ തൊട്ട് കൂടാതെ കഴിയൂല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധങ്ങൾ വേണ്ടേ, അത് കൂടാതെ കഴിയില്ലല്ലോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് വൽ യക്കും കുല്ലും മിൻകുമാ അലാ ഹദരി മിനൽ ആഖർ, ജനങ്ങളോട് അടുക്കുമ്പോ നിനക്ക് വേണം പേടി, ജനങ്ങൾ നിന്നോട് അടുത്ത് വരുമ്പോഴും പേടി വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേടിയോട് കൂടി ആയിരിക്കണം. നീ നഷ്ടപ്പെടുമ്പോ ഒരു പേടി വരണം. ആഖിറം തകരുമോ, വേണ്ടാത്തിൽ ചെന്ന് പെടുമോ, ദീനിന്റെ മുറുമത്ത് നശിക്കുമോ എന്ന പേടിയൊക്കെ വേണം. ആ പേടിയോട് കൂടി ആയിരിക്കണം ബന്ധപ്പെടേണ്ടതും കൂടിച്ചേരേണ്ടതും കലരേണ്ടതും എന്നർത്ഥം. വഖദ് കാന ഇബ്രാഹിമിന് അധികം റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ ഈ സഫരിൽ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ വലമ്മ ഖദിമ മിൻഹു, ആ യാത്രയിൽ നിന്നൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഖാലു ലി സുലൈമാൻ ഖവ്വാസ്, സുലൈമാൻ ഖവ്വാസിനോട് എന്ത് പറഞ്ഞു അറിയോ? അവര് പറയാണ് റഹിമഹുല്ലാ, അലാ തൽഖ ഇബ്രാഹിമ, ഇബ്രാഹിമിന് അത് യാത്ര കഴിഞ്ഞൊക്കെ വന്നിക്കണ്, താങ്കളെ ഇബ്രാഹിമിന് അത് തങ്ങളെ പോയി കാണുന്നില്ലേന്ന് ചോദിച്ചു. വഖാല, അപ്പൊ സുലൈമാൻ എന്നവര് പറയാണ്, അഖാഫു ഇദാ ലഖീതുഹു അൻ അതസയ്യന ലഹു ബികലാമിൻ ഫഉഹ്ലിക അലൈഹി ഫഅഹ്ലക, ഞാൻ ഭയപ്പെടുന്നു, ഇദാ ലഖീതുഹു, ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ, അൻ അതസയ്യന ലഹു, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ അഴകാക്കുക, ബികലാമിൻ, സംസാരം. അപ്പൊ അദ്ദേഹത്തെ ഞാൻ കാണുമ്പോ നല്ല രീതിയിൽ അദ്ദേഹത്തിന് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് പേടി. അങ്ങനെ ഇപ്പൊ അഹിലിക്കു, ഞാൻ നശിച്ചു പോവുകയും ചെയ്യും. അതാണ് എനിക്ക് പേടി. കാരണം അവരോടുമായി സംസാരിക്കുമ്പോ നല്ല രീതിയിലൊക്കെ സംസാരിക്കണം. അതിന് ഞാൻ സംസാരിച്ച അവസാനം ഞാൻ എന്തെങ്കിലും ആയി പോകുമോ എന്നൊരു പേടി എനിക്കുണ്ട് എന്നാ പറഞ്ഞത്.
അങ്ങനെ പേടിയോടുകൂടിയാണ് മഹാന്മാര് പരസ്പരം അങ്ങോട്ടും ജീവിച്ചിരുന്നത് അർത്ഥം. വഖദ് കാനൽ ഹസൻ ബിൻ സ്വാലിഹ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, ലഖദ് അദ്റകന الناس വഹും യതആബൂന മിൻ ബഈദ്, നമ്മൾ ജനങ്ങളൊക്കെ എത്തിച്ചു, അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകലെ നിന്നുകൊണ്ട് ഇഷ്ടപ്പെടുന്നു. വയക്റഹൂന ലിഖാ, പരസ്പരം നേരിട്ട് കണ്ടുമുട്ടാൻ വെറുക്കുകയാണ്. അകലെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല വർത്താനൊക്കെ പറയുന്നുണ്ട്. അതേസമയം നേർക്കുനേരെ കണ്ടുമുട്ടാൻ ഓൽക്ക് ആർക്കും ഇഷ്ടമല്ല, അത് അനിഷ്ടമാണ്. അകലെ നിന്ന് പ്രേമിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അടുത്ത് കാണുന്നതും രണ്ടും മാറ്റമുണ്ട്. അതുകൊണ്ടാണ് വക്കാന റബീഉ ഇബ്നു ഖൈസം റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നത്, ലാ യംബഗി ലിഅഹദിൻ അൻ യഅ്തസില ലിഇബാദത്തിൻ ഇല്ലാ ബഅദൽ തഫഖുഹി ഫീ ദീനിഹി. ഏതൊരാളും ജനങ്ങളുമായി വെടിഞ്ഞു ഒറ്റപ്പെട്ട് ജീവിക്കല് അങ്ങനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾ ഇബാദത്തിലേക്ക് വെടിഞ്ഞു നിൽക്കണം. അങ്ങനെ ഇബാദത്ത് ചെയ്യാനായിട്ട് എല്ലാവരെയും ഒഴിവാക്കി ഒറ്റപ്പെട്ട് വെടിഞ്ഞു ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത്തരമൊരാൾക്ക് അത്യാവശ്യമായതല്ല. എന്തിനു ശേഷമല്ലാതെ അയാളെ ദീനിൽ അറിവ് നേടണം. അപ്പൊ ദീനിൽ വെച്ചിട്ട് അറിവൊക്കെ നേടി ആ അറിവ് നേടിക്കൊണ്ടായിരിക്കണം വിവാദത്തിനായിട്ട് അയാൾ ജനങ്ങളെ വെടി ജീവിക്കേണ്ടത്. അറിവൊന്നുമില്ലാതെ വെടി ജീവിച്ചിട്ട് കാര്യമല്ലല്ലോ. ഫഖദ് കാനൽ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു യഖൂൽ, മഹാനവർകൾ പറയുന്നു, എന്ത്? തഫഖഹ്, നീ ആദ്യം ഇസ്ലാമിക അറിവ് പഠിക്ക്, സുമ്മ ഇഅ്തസിൽ, പിന്നെ നീ വെടിഞ്ഞോള, യഅനി അനിന്നാസ്, പിന്നെ ജനങ്ങളെ തൊട്ട് വെടിഞ്ഞോ. അപ്പൊ ദീൻ കാര്യങ്ങളൊക്കെ പഠിച്ച് അത് മുറപോലെ നടത്താൻ ജനങ്ങളുമായുള്ള ബന്ധം വെടി ജീവിച്ചോ, അറിവുണ്ടായിട്ട് വേണമെന്നർത്ഥം. വകാന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, ഖൈറു ജുലൂസിർ റജുലി ഫീ ഖൈരി ബൈതിഹി, ഒരു മനുഷ്യന്റെ നല്ല ഇരുത്തം, ഗുണകരമായ ഇരുത്തം എവിടെ അറിയോ? അവന്റെ വീടിന്റെ ഉള്ളിലാണ്. ലാ യറ വലാ യുറ, അവൻ ആരും കാണില്ല, ഓരങ്ങോട്ടും ആരും കാണില്ല. പരസ്പരം കാണാത്ത വിധം വീട്ടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് ഇബാദത്തുമായി കഴിഞ്ഞുകൂടാ, അതാണ് നല്ലത്. അല്ല അങ്ങാടി പോയിരുന്ന് സ്വറ പറയുന്നതിനേക്കാളും മറ്റു പലതും കണ്ട് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് അതാണ്. ഇന്നിപ്പോ വീട്ടിലിരിക്കുകയാണെങ്കിൽ സുഖമാണ്, കാരണം അതിന് മറ്റൊരു സാധനം നമ്മളെല്ലാവരും കയ്യിലുണ്ടല്ലോ. അപ്പൊ വീട്ടിലിരുന്നാലും കുഴപ്പമില്ലാത്ത കാലം, അതൊക്കെ ഒഴിവാക്കണം എന്നർത്ഥം. അതിനായിരിക്കണം വീട്ടിൽ ചടഞ്ഞിരിക്കേണ്ടത്. വകാന സുഫിയാനു റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, വല്ലാഹി ലഖദ് ഹല്ലത്തിൽ ഉസ്ലത്തു അനിന്നാസി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഖദ് ഹുല്ലത്തിൽ അല്ലെങ്കിൽ ഹുല്ലത്തിൽ ഉസ്ലത്തു അനിന്നാസി, ജനങ്ങളെ തൊട്ട് വെടിഞ്ഞു നിൽക്കാന്നുള്ളത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഒക്കൊൽത്തു, ഞാൻ പറയുന്നു, യഅനി വജബത്ത് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഹല്ലത്ത് അനുവദനീയമായി, അൽ ഉസ്ലത്തു അനിന്നാസ്, ജനങ്ങളെ തൊട്ട് ഉസ്ലത്ത് എന്നായി അനുവദനീയമായി എന്ന ഉദ്ദേശം അത് നിർബന്ധമായി എന്ന് പറഞ്ഞ സ്ഥിരമായി എന്നർത്ഥം. കമാ ഫി ഹദീസി ഫഖദ് ഹല്ലത്ത് ലഹു ശഫാഅത്തി എന്ന് പറഞ്ഞുകൊടുത്ത് വജബത്ത് എന്നുള്ള അർത്ഥം. എന്നുപോലെ ഇവിടെ ഹല്ലത്തിന്റെ അർത്ഥം വജബ്, നിർബന്ധമായി എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായി എന്നാണല്ലോ. അപ്പൊ എന്റെ ശഫാഅത്ത് അവർ നിർബന്ധമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ ഈ ഉസ്ലത്ത് അനിന്നാസി ഹല്ലത്ത് എന്ന് പറഞ്ഞ വജബത്ത് തന്നെയാണ്. അപ്പൊ നിർബന്ധമാണെന്ന് വരും. വക്കാന അബൂ സുഫിയാൻ യഖൂലു, ബഹുമാനപ്പെട്ടവര് പറയുമായിരുന്നു, എന്താ പറയുന്നത്? ഇഅ്തസിലു അനിന്നാസി ജുഹുദക്കും, നിങ്ങളെ അധ്വാനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ജനങ്ങളെ തൊട്ട് വെടിയണം, അത് ഞങ്ങൾ കാണണ്ട. വഇന്നഹും സിറാഖുൽ ഉഖൂൽ, അവര് അഖലുകളെ മോഷ്ടിക്കുന്നവരോ, ഇന്നഹും സുറാഖുൽ ഉഖൂൽ, അവർ അഖലുകളെ മോഷ്ടിച്ചു പോകുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഓലെ കാണാൻ നിൽക്കണ്ട, ഓലെ കണ്ടാൽ അപകടത്തിൽപ്പെടുന്ന അർത്ഥം. വക്കാന അബൂബക്കർ വറാഖ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, ലാ തത്മഉ ഫിൽ ഉൻസി ബില്ലാഹി അബദാ, അള്ളാഹിനെ കൊണ്ട് നേരം പോക്കായി ഈനാസിലായിരിക്കുക ഇതിന് ഒരിക്കലും നീ കൊതിക്കണ്ട. ഏത് വിധം? അന്ത തുഖാലിത്തുൽ ഖൽഖ, സൃഷ്ടികളുമായി നീ ഇടപഴകി വർത്തമാനം പറഞ്ഞ് കൂടിക്കരന്ന് ജീവിക്കുന്ന ആ ഘട്ടത്തിൽ
അള്ളയുമായിക്കൊണ്ട് ഈനാസ് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ കഴിയുക? അത് കഴിയൂല, അത് കഴിയണം. അപ്പൊ ജനങ്ങളുമായി അകന്നെങ്കിലേ അള്ളാഹു തആല കൊണ്ടുള്ള ഈനാസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നോക്കണ്ട. അക്രമകാരികളുമായി ഇടപഴകി ജീവിച്ച് അവരെ കൂടെ കൂടി ആ നിലയിൽ അള്ളാഹു തആല പൊരുത്തം നിനക്ക് കിട്ടും, നീ കൊതിക്കണ്ട, അള്ളാഹുടെ പൊരുത്തം കിട്ടൂല. ദുന്യാവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കാച്ച്, ആ നിലയിൽ അള്ളാഹ് നിന്നോട് ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ നീ മോഹിക്കണ്ട, ആഗ്രഹിക്കണ്ട. ദുനിയാവിന് വെടി നിങ്ങൾ അള്ളാഹ് ഇട്ടുണ്ടാവുള്ളൂ. അനാഥ മക്കളോട് ഗൗരവമായി നീ പെരുമാറുന്നു, ആ നിലയിൽ നിന്റെ ഹൃദയം ലോലമാവണം എന്ന വിഷയത്തിൽ നീ കൊതിക്കണ്ട. അനാഥ മക്കളുടെ സ്നേഹത്തിൽ നിൽക്കണ്ടേ, അപ്പോഴല്ലേ ലോലമാവുകയുള്ളൂ. അപ്പൊ ലോല ഹൃദയം ഉണ്ടാവണമെങ്കിൽ നീ എന്താണ്, നിന്റെ മനസ്സിനെ കട്ടിക്ക് ഒഴിവാക്കി കളയണം എന്നർത്ഥം. മഹാൻ പറയുമായിരുന്നു, ജനങ്ങളെ തൊട്ടൊക്കെ വെടിഞ്ഞു നിൽക്കാന്നില്ല, ശരിയാകൂല, നന്നാകൂല. ഇല്ലാലിമൻ സഹദ ഫി ദുനിയ, ദുനിയാവിൽ സാഹിദായി പ്രപഞ്ച ത്യാഗിയായി ജീവിക്കുന്നവരാരോ അവർക്ക് മാത്രമേ ഈ ഉസ്നത്ത് ശരിയാവുള്ളൂ. അല്ലാത്തവർക്കെന്ത് ഉസ്നത്താ? ഉസ്നത്ത് ശരിയാവണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. അമ്മറായിബൂന ഫീഹ ഫല ഫായിദത്താബി ഉസ്നത്തിയും, ദുനിയാവിൽ മോഹിച്ച് ജീവിക്കുന്ന ആളുകള്, അത്തരം ആളുകൾക്കൊന്നും എന്തില്ല, അവര് ജനങ്ങളെ തൊട്ട് വെടിഞ്ഞ് ജീവിക്കുന്നതിന് ഒരു ഫലമല്ല. വല്ലവരുത്തരും ജനങ്ങളൊക്കെ ഒഴിവാക്കി ഒറ്റക്ക് നിൽക്കുകയാണ്, പക്ഷെ അള്ളാഹു തആലയെ ഒരു നേരം പോക്കാക്കുന്ന ആളായിട്ട് അവൻ ആക്കിയതുമില്ല. വൽ ഖുർആന മുഹദ്ദിസൻ, വിശുദ്ധ ഖുർആൻ വർത്തമാനം പറയുന്നതായിട്ട് ഖുർആൻ ആക്കിയതുമില്ല. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ജനങ്ങളുമായി വെടി ജീവിച്ച ഒരു കാര്യമല്ല. അങ്ങനെ വരുമ്പോ വഖദ് അഖ്താത്തൊരീക, ചൊവ്വായ വഴി അവൻ തെറ്റിച്ചു വിട്ടു എന്നാണ്. അപ്പൊ അള്ളാഹനെ കാണുന്ന എവിടെയും അതോടുകൂടി ഖുർആൻ അവന്റെ കൂടെ വർത്തമാനം പറയുന്നത് കാണണം. ഇതുണ്ടെങ്കിലേ ഉസ്നത്തുകൊണ്ട് കാര്യമുള്ളൂ. വലം ദസിഹ ഉസ്നത്തുഹു, അങ്ങനെ അവൻ ഉസ്നത്തായി ജീവിച്ചാൽ ശരിയാകില്ല, അവന്റെ വഴി തെറ്റിപ്പോവുകയും ചെയ്തു എന്ന്. വകാന സുഫിയാൻ സൗരി റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, ഇജ്അൽ ജുലൂസക ഫീ മകാൻ യകൂനു അഖ്ഫാലി ശഖസിക, നിന്റെ വ്യക്തിത്വത്തെ വളരെ മറക്കാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ നോക്കി അവിടെ പോയിരുന്നോ, ആരും കാണരുത്, ആ കാണാത്ത രൂപത്തിൽ നീ പോയിരുന്നളാ. അഖ്ഫദലി സൗതിക, നിന്റെ ശബ്ദം പുറത്തേക്ക് വരാത്ത വിധം വളരെ ലഘുവാക്കി വളരെ താഴ്ത്തുന്ന വിധമുള്ള സ്ഥലം കിട്ടണം. അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് ആരും ശബ്ദവും കേൾക്കണം, ഇതിനെ കാണും വേണ്ട, അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് ഇരിക്കലാണ് നല്ലത് എന്ന്. ഇതൊക്കെ ഇബാദത്തിന് വേണ്ടി ഇരിക്കലാട്ടോ, അല്ല വെറുതെ പോയി ഇരിക്കലല്ല. വകാന മാലിക് ബിൻ ദീനാർ റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, മല്ലം യുജാലിസിൽ ഹഖ തആല വന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബ റളിയല്ലാഹു അൻഹും, വല്ലവരുത്തരും അള്ളാഹിനോടും നബിനോടും തന്റെ സ്വഹാബാക്കളോടും കൂടെ ഇരുന്നിട്ടില്ല എങ്കിൽ വഖദ് ഖാബത് ഉസ്ലത്തുഹു, അവന്റെ ആ ഇരുത്തം അപകടമാണ്, അവന്റെ ആ ഉസ്ലത്തോട് യാതൊരു നേട്ടമില്ല, അത് പൊളിഞ്ഞു പോയിന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ വക്കീലലഹു, മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ ചോദിക്കപ്പെടുകയുണ്ടായി, കൈഫദാലിക, എങ്ങനെ അള്ളാഹിനോട് കൂടെയും നബിനോട് കൂടെയും സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുക എന്നുള്ളത് അത് കിട്ടൂലല്ലോ. അപ്പൊ അതിന് മറുപടി കാല, മഹാൻ പറഞ്ഞത്, യദൂസുൽ ഖുർആന ബി തദബ്ബുരിൻ, അള്ളാഹിന്റെ കലാമല്ലേ ഖുർആൻ, അതല്ല ആശയങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പഠനം നടത്തുക. അപ്പൊ അള്ളാഹയുടെ കൂടെ ഇരിക്കലായി. പിന്നെ നോക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ വഴികൾ എന്തൊക്കെയാണ്, നബി തങ്ങളുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നോക്കുക. അസ്ഹാബി റളിയല്ലാഹു അൻഹു അഖ്വാലിഹിം, സ്വഹാബാക്കൾ എങ്ങനെ പ്രവർത്തിച്ചു, അവരുടെ വാക്കുകൾ എന്തൊക്കെ, ഇതൊക്കെ നോക്കിക്കൊണ്ട് ജീവിക്കലാണ്. അപ്പൊ മാനദാനിക്ക, ഈ പറഞ്ഞ രൂപത്തിൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ഫഖദ് ഹാദസല്ലാഹു തആല, അവൻ അള്ളയുമായി കൊണ്ടെന്തായും മുനാജാത്ത് നടത്തുന്നു, വർത്തമാനം പറയുന്നു. വഹാദസ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാദസ അസ്ഹാബു റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂലുള്ളാഹിയോടും റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനോടൊക്കെ അവർ മുനാജാത്ത് നടത്തുന്നു, വർത്തമാനം പറയുന്നു. ഇങ്ങനെ ആയിരിക്കണം.
അങ്ങനെ വരുമ്പോഴേ അത് ഗുണം കിട്ടുകയുള്ളൂ. ഖുർആൻ ശരിക്കും പഠിക്കുക, നബി സ്വഹാബത്ത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞത് ആലോചിക്കുക. അതാണ് അവരെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥം. വലംബിത്തല അനിന്നാസി ദാവൂദ് ത്വായി റഹ്മഹുല്ലാഹു തആല, മഹാനായ ദാവൂദ് ത്വായി എന്നവര് ജനങ്ങൾ തൊട്ടൊക്കെ വെടിഞ്ഞു. അവരുമായി സമ്പർക്കങ്ങളില്ല, കാണുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോ ലാബുഹ സ്വാബുബി ദാലിക്ക, അങ്ങനെ വെടിഞ്ഞിരുന്നപ്പോ തന്റെ കൂട്ടുകാരൊക്കെ അവർ ആക്ഷേപിക്കാൻ തുടങ്ങി. ദാവൂദ് ത്വായി ഇപ്പൊ പുറത്തിറങ്ങണില്ല, ആരും കാണുന്നില്ല, എന്താ ഇവർക്ക് പറ്റിയത്? അങ്ങനെ ഇങ്ങനെ ആക്ഷേപങ്ങളാ. ഇപ്പൊ കാല ഇത് ചെന്നപ്പോ ഉപര് പറയാണ്, ഇന്നമ വാഴത്തു ദാലിക്ക, ഇത് ഞാൻ ചെയ്യാനുണ്ടായ കാരണം, ഇത് ഞാൻ ചെയ്തു. ഹീന റായത്തു സഗീറ ലാ യുവഖ്തുൽ കബീറ, ചെറിയ കുട്ടികൾ ഞാൻ കാണുന്നു, ഓര് വലിയവരെ ആദരിക്കുന്നില്ല. ഇസ്ലാമിന്റെ നിയമം എന്താ? വലിയവരെ ചെറിയ കുട്ടികൾ ആദരിക്കണം എന്നാ, അത് ആദരിക്കണില്ല. അപ്പൊ കുട്ടികൾ ആദരിക്കാത്ത കൂട്ടത്തിൽ ഞാൻ പോയാൽ അവർക്ക് ഇതിന് പണി ഉണ്ടാക്കണം, ഓലെ കുറ്റത്തിൽ അകപ്പെടുത്തണ്ടല്ലോ. അപ്പൊ ഞാൻ മാറിക്കാണ്. ഒരായത്തു അഹി, എന്റെ സഹോദരനെ കാണുന്നു, യുഹ്സി അലയ്യ ഒയൂബി, അല്ലെങ്കിൽ അല ഒയൂബി, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളുണ്ട്, എന്റെ അഴിബത്തരങ്ങൾ, ന്യൂനതകൾ, അതിന്റെ മേലിങ്ങനെ അവൻ ക്ലിപ്പിതമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ലിയഹിജുവനി ബിഹ, അതുകൊണ്ട് എന്നെ വഷളാക്കാൻ വേണ്ടിയിട്ട്. ഹാല സുഹൃത്തിഹി അലയ്യ, അവര് എന്റെ മേൽ ദേഷ്യം വരും. ദേഷ്യം വരുമ്പോ ഇതൊക്കെ എടുത്ത് വിളിച്ചോൻ പറയും, എന്നിട്ട് ഓനെ കുറ്റപ്പെടുത്തും, പരിഹസിക്കുകയും ചെയ്യും. ഇത് രണ്ടും ഞാൻ കണ്ടു. ഇത് കണ്ടപ്പോ ഏറ്റവും നല്ല മാർഗം എന്താണ്? ബഹുമാനിക്കാത്ത കുട്ടികളുടെ കൂടെ എനിക്ക് ആദരവ് ഉണ്ടാക്കണ്ട, ഞാൻ ഒറ്റക്ക് പോയി മാറിയിരുന്നു. ജനങ്ങളെ ശിപ്പാക്കണ്ട, ഇനി എന്റെ തെറ്റുകുറ്റങ്ങൾ എണ്ണി പറഞ്ഞ് എന്നെ വഷളാക്കാൻ നിൽക്കണ്ട, അതാരും അറിയണ്ട. ഇനി വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കേണ്ടി വന്നത്. ഇത് അനുഭവം പാടാണല്ലോ. അനുഭവം എന്ന് പറഞ്ഞാൽ അധ്യാപകന, അതൊക്കെയാണ് ഈ മഹാന്മാര് പറയുന്നത്. വക്കാന ഇബ്രാഹിമിന് അധികം റഹ്മത്തുള്ളാഹി തആല യഖൂൽ, മഹാൻ പറയുന്നു, അഖല്ലു ബാബിൽ ഉസ്ലത്തരിന്നാസി, ജനങ്ങളെ തൊട്ട് വെടിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ് ഈ ഭാഗത്തിന് വേണ്ടി. ആ വെടിഞ്ഞു നിൽക്കുന്ന ഏറ്റവും ചുരുങ്ങിയ രീതി എങ്ങനെ അറിയാം? അന്നൽ ഇൻസാന, നിശ്ചയമായിട്ടും മനുഷ്യൻ, ലാ യറാ മുങ്കറം യുങ്കിറഹു, തെറ്റായ ഒരു കാര്യം കണ്ടിട്ട് അത് തടയണം. അതിനെ തടയുന്ന ഒരു രീതി ഇല്ലാതിരിക്കണം. ആ രൂപത്തിലാണ് ഉസ്ലത്ത്. അപ്പൊ തെറ്റാത് കാണുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല, ആ രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള ഉസ്ലത്ത് അതാണ്. വക്കാന ബഷീർ ബിൻ മൻസൂർ റഹ്മത്തുള്ളാഹി തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, അഖല്ലു അഖല്ലു മിൻ മഅരിഫത്തിൻ നാസ്, അഖില്ല നീക്കണം, അഖില്ല മിൻ മഅരിഫത്തിൻ നാസി ജുഹദക, നിന്റെ പരിശ്രമത്തെ ജനങ്ങൾ അറിയലിനെ തൊട്ട് നീ ചുരുക്കിക്കള, അത് കാണിച്ചു കൊടുക്കണ്ട. കാരണം തദ്രി മാദാ യഖഉ ലക മിനൽ ഫളിയാത്തി വൽഇയാദു ബില്ലാഹി തആല, കാണിക്കണ്ടെന്ന് പറയാൻ കാരണം എന്താ അറിയോ? വഷളത്തരയാക്കുക എന്നുള്ളത് എപ്പോഴും നിനക്ക് സംഭവിക്കുക എന്നുള്ളത് നിനക്കറിയാൻ കഴിയില്ല. ഏത് സമയത്തും ഇപ്പൊ കൂട്ടുകൂടി പറഞ്ഞിട്ട് കാര്യമല്ല, ലാസ്റ്റ് അത് വഷളത്തരത്തിലേക്ക് നീക്കും. അപ്പൊ അതുകൊണ്ട് ആർക്കും കാണിക്കാൻ നിൽക്കണ്ട, ആരും അറിയും വേണ്ട. അറിഞ്ഞ വഷളത്തരത്താക്കും കുറച്ച് കഴിഞ്ഞാല്. അപ്പൊ അറിയാതൊക്കെ നല്ലത്. ഇയാദു ബില്ലാഹ്, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു വഷളത്തരമാക്കുന്നതിനെ തൊട്ട് എന്നാണ്. അങ്ങനെ വരുമ്പോ യക്കൂറുമായി അരിബുക്കാവിൻ അന്നാസി ഖലീല, നിന്നെ കുറിച്ച് ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ കുറിച്ച് അറിയുന്ന ആൾക്കാർ കുറഞ്ഞേ ഉണ്ടാവുള്ളൂ. അങ്ങനെ മതി, അതാ കുറച്ചളാന്ന് പറഞ്ഞത്. തോനെ ആൾക്കാരുണ്ടായാൽ വഷളത്തരാക്കും. ഇത് ഇഷ്ടം പോലെ മാധ്യമങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, വീഡിയോകളിലൊക്കെ നല്ലോണം കൂട്ടുകൂടി റെഡിയായി നേതാവാകാനും കൊടുക്കാറൊക്കെ കുറ്റപ്പെടുത്താനും പരിഹസിക്കുവാനും ഉരകെടുത്തറിയാനും എത്രയും പ്രയാസപ്പെടുത്തുന്നു. അപ്പൊ അതൊക്കെ ഇല്ലാതെ ആകണമെങ്കിൽ പ്രചാരത്തിന് വരാതിരിക്കലാണ്. പിന്നെ പ്രചാരത്തിന് വരുമ്പോ അസൂയ കൊണ്ട് പറയും, അത് വേറെ വിഷയം. വക്കാന അബു സുഖ്തിയാരി റഹ്മത്തുള്ളാഹി തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, ഇന്ന മിനൽ ഉസ്ലത്തിന്നാസി, ജനങ്ങളെ തൊട്ട് വെടിയുക എന്നതിൽപ്പെട്ട കാര്യമാണ് എന്ത്? ഇദാ ഖറജ്ത ലി ഹാജത്തിൻ, എന്തൊരു ആവശ്യത്തിന് പുറത്തു പോയാല്, അങ്ങനെ പോവുകയാണെങ്കിൽ അന്തഖ്സദ അൽ മശിയ ഫിൽ മവാദിൽ ഖലീലത്തിൻ നാസ്, ജനങ്ങൾ തോരില്ലാത്ത വഴിക്ക് പോവുക, കുറഞ്ഞ വഴി എവിടെ നോക്കുക, ജനങ്ങൾ കുറച്ചുള്ള സ്ഥലം എവിടെ, ആ വഴിക്ക് പോവുക. തോരുള്ള വഴിക്ക് പോകാൻ കരുതാതിക്കുക. അപ്പൊ ജനങ്ങൾ അടിക്കടെ പോകുമ്പോൾ കുറഞ്ഞ ആൾക്കാരുള്ള വഴിയിലൂടെ പോയിക്കോ, അത് നല്ലതാണ്. വഖദ് കാന ലി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല, ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക് ഉണ്ടായിരുന്നു വലതുൻ, ഒരു കുട്ടി ഉണ്ടായിരുന്നു.
ഇസ്മുഹു ആ കുട്ടിന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു പേര്. കാരലഹു സർദാബ് മൂപ്പർക്ക് ഒരു ത്വരങ്കമുണ്ടായിരുന്നു ഈ കുട്ടിക്ക്. യജ്ലിസു ബിഹി ആ ത്വരങ്കത്തിലാണ് ഈ കുട്ടി ഇരിക്കുക. വലാ യഖ്റുജു മിൻഹു ആ ത്വരങ്കത്തിന്ന് കുട്ടി പുറത്തേക്ക് വരൂല. എല്ലാവി ഔഖാതി സ്വലാത്തി നിസ്കാരത്തിന്റെ സമയങ്ങളിലല്ലാതെ. നിസ്കരിക്കാനുള്ള സമയമായ പുറത്തേക്ക് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ത്വരങ്കത്തിൽ പോയി ഇരിക്കുന്നു. ആരും അറിയില്ല, കേൾക്കൂല, കാണൂല്ല. അവിടെ പോയി വെറുതെ സ്വറ പറഞ്ഞുകൊണ്ട് വേറെ ചിന്തിക്കാനൊന്നുമല്ല, കളിക്കാനൊന്നുമല്ല, അള്ളാനെ ധ്യാനിച്ച് ഇബാദത്തിനായി കഴിഞ്ഞുകൂടുകയാണ്. എങ്ങനെയാണ് മഹാന്മാരുടെ പാദങ്ങൾ? ഇതായിരിക്കണം നമ്മൾ ചിന്തിക്കുക, ആലോചിക്കുക, തുടരേണ്ടതും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.